ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRB JEE എക്സാം നമ്മൾ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ RRB JEE നോട്ടിഫിക്കേഷൻ എന്താണ് എത്താനായിട്ടുണ്ടല്ലേ? ജൂലൈ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് എല്ലാ സാധ്യതകളും പറയുന്നത് അല്ലേ? അപ്പോൾ RRB JEE നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഹറിബറി ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിസ്സായി പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് RRB JEEയുടെ അപ്ലിക്കേഷൻ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പലർക്കുള്ള സംശയമാണ്, നമ്മൾ ഈ ജോലി, അതായത് നമ്മൾ ഈ എക്സാമൊക്കെ ക്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ RRB JEE പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്ലിക്കേഷൻ ടൈമിലാണ്. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റിലേക്കും നമ്മൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സാധാരണഗതിയിൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഓൾറെഡി RRB JEEസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യാതൊരു എന്താ പറയുക, ഒരു തിങ്കിങ്ങും ഇല്ലാണ്ട് ജസ്റ്റ് ചാടി കയറി നമ്മൾ അപ്ലൈ ചെയ്യും. കുറേ പോസ്റ്റുകൾ കൊടുക്കാണ്ടോ, അതൊക്കെ കൊടുക്കും, ചില പോസ്റ്റുകളൊക്കെ മിസ്സായി പോകും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ RRB JEE പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കി ഓരോ പോസ്റ്റുകളെ കുറിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ പാടുള്ളൂ. പല ആളുകളും പ്രയോറിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേക്കൻസി കൂടുതലുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതേപോലെ പോസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വേക്കൻസി നോക്കി ആവരുത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം പോസ്റ്റ് നമ്മൾ ഒരു RRB സോൺ, അതിപ്പോൾ ചെന്നൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്കന്ദരാബാദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, ഏത് സോണാണെങ്കിലും നമ്മൾ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ അത് മാത്രം പോരാ. കാരണം നമ്മൾ അവിടെ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യാനുള്ള ആളുകളാണ് അല്ലേ, നമ്മുടെ റിട്ടയർമെൻറ്റ് വരെ വർക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. സോ അതിൽ RRB JEEക്ക് പല പല കാറ്റഗറീസ് വരുന്നുണ്ട്. എല്ലാം വളരെ കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ RRB JEEs ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും മികച്ചത്, ഏറ്റവും മോശം എന്നുള്ള ഒരു കാറ്റഗറി അല്ല, കുറച്ചുകൂടി കംഫർട്ട്. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ്, എല്ലാവർക്കും ഒരേ സാലറി തന്നെയാണ്, അതൊക്കെ അതിലൊന്നും സംശയം വേണ്ട, എല്ലാവർക്കും ഒരേ സാലറി തന്നെയാണ് വരുന്നത്. മാത്രമല്ല ഈ പോസ്റ്റ് ഒരേ ലെവലുള്ള പോസ്റ്റും തന്നെയാണ്. RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് തന്നെയാണ് എല്ലാ പോസ്റ്റിലേക്കും വരുന്നത്. പിന്നെ എന്താ വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഉള്ള ആ ഒരു കംഫേർട്ടാണ്, ജോബിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കംഫേർട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത്തെ പോസ്റ്റായിട്ട് ഞാൻ പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഈ രണ്ട് പോസ്റ്റുകളെയാണ് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ പോസ്റ്റുകളിൽ കാണുന്ന പോസ്റ്റുകൾക്ക് തന്നെയാണ്. എന്തുകൊണ്ട് ഈ പോസ്റ്റിന് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്യുവർലി ഇതൊരു ഓഫീസ് വർക്കാണ്. പ്യുവർലി ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ, അതായത് നിങ്ങൾക്ക് വീക്കെൻഡ് ഹോളിഡേയ്സ് കിട്ടുമെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ജോബ് പോസിബിലിറ്റീസ് ഉള്ളത് എവിടെയാണ്, ഈ ഓഫീസ് വർക്ക് ചെയ്യുന്ന സമയത്താണ്. പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ ഹോളിഡേ ആയിരിക്കും. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അവിടെയൊക്കെ നിങ്ങൾക്ക് ലീവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഓഫീസ് ജോബ് ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ റെയിൽവേയുടെ ജോബ് എപ്പോഴും ഓഫീസ് ജോബ് ആയിരിക്കില്ല, നിങ്ങൾ മനസ്സിലാക്കണം. റെയിൽവേ എന്ന് പറയുമ്പോൾ പല കാറ്റഗറി ഉണ്ട്, പല പല സെക്ഷൻസുകളുണ്ട്. ഇപ്പം നിങ്ങൾ ട്രാക്ക് മെഷീൻസ് ആണെങ്കിൽ നിങ്ങൾ ട്രാക്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുണ്ടാവും. ജനറൽ സർവീസ് ആണെങ്കിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല എന്താ പറയുക പ്രോസസ്സിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഓരോ കാറ്റഗറിയിൽ, സിഗ്നൽസിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫീൽഡിൽ ഇറങ്ങി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ടി വരുന്ന സാധ്യതകൾ കുറവാണ്, നിങ്ങൾക്ക് ഓഫീസ് ഡ്യൂട്ടി ആയിരിക്കും കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ടാവുക. സോ ഇതാണ് ആദ്യത്തെ കാറ്റഗറി. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ രണ്ട് പോസ്റ്റുകൾ. ഇനി നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്. ഈ പറഞ്ഞിരിക്കുന്ന വർക്ക്ഷോപ്പിലും കൃത്യമായിട്ട് എന്താണ്, നിങ്ങൾക്കൊരു ടൈം ലൈൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യുക, അതൊരു വലിയ ഘടകമല്ലേ. അതായത് നമ്മൾ ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കംഫർട്ടബിൾ ആവുക. ജോബ് ലഭിക്കുക എന്നുള്ളത് നമ്മളൊക്കെ പ്രയോറിറ്റി ആണെങ്കിലും, ജോബ് ലഭിച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു കംഫർട്ട് നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം വർക്ക്ഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഹോളിഡേയ്സ് ഒക്കെ ഒരുപാട് ഹോളിഡേയ്സും ലീവ്സും ഒക്കെ കിട്ടാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എല്ലാ പോസ്റ്റിലും ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ. എല്ലാ പോസ്റ്റിലും ഇതുപോലെ പെട്ടെന്ന് ലീവ് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് പോരാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ എല്ലാ പോസ്റ്റും ഇതേപോലെ ആയിരിക്കില്ല. പിന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസസ് എന്ന് പറയുന്നത്. ജനറൽ സർവീസസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേഷനകത്തുള്ള എന്താ പറയുക, അവിടുത്തെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, ഇലക്ട്രിക്കൽ സപ്ലൈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ടുള്ള
ആയിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജനറൽ സർവീസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണ്. ഇതും എന്താ പറയുക അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ ഡിസൈൻ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു കംഫർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല എന്ന് മാത്രം. ഇനിയുള്ള 2 പോസ്റ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. വേക്കൻസീസ് ഒരുപാടുള്ളതാണ്. ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ S&T ടെലികമ്മ്യൂണിക്കേഷന്. ഈ 2 പോസ്റ്റുകൾ അത്യാവശ്യം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഒരിക്കലും അത്രത്തോളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. എസ്പെഷ്യലി സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ കാര്യം. ഇതിൽ ടെലികമ്മ്യൂണിക്കേഷൻ പിന്നെയും കുഴപ്പമില്ല, സിഗ്നൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിഗ്നൽസിൽ നിങ്ങൾ സെക്ഷനിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഷർ വളരെ കൂടുതലായിരിക്കും. കാരണം സിഗ്നൽസിൽ എന്തെങ്കിലും മാൽ ഫങ്ഷനിങ് നടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ ജൂനിയർ എഞ്ചിനീയറുടെ തലയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ഡെഫിനറ്റ്ലി കുറച്ച് എന്താ പറയുക സ്ട്രെസ് കൂടാനും അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടുള്ളൊരു വർക്ക് ഇവിടെ നിങ്ങൾക്ക് RRBയുടെ S&T സെക്ഷനിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ടെലികമ്മ്യൂണിക്കേഷനിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ട്രാക്ക് മെഷീൻ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവാറുള്ളത് ട്രാക്ക് മെഷീനിലൊക്കെ തന്നെയാണ്. സോ ട്രാക്ക് മെഷീനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോസ്റ്റും എന്താ പറയുക നമുക്ക് അത്യാവശ്യം എന്താ പറയുക ഒരുപാട് മഴയും വെയിലൊക്കെ കൊള്ളേണ്ട എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ട്രാക്കിലൊക്കെ ഉള്ള ട്രാക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഈ ഒരു ജൂനിയർ എഞ്ചിനീയറുടെ സെക്ഷനിലാണ്. നിങ്ങൾ നേരിട്ട് വർക്ക് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതിൻ്റെ സൂപ്പർവിഷൻ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ അതിൽ വർക്ക് ഇൻവോൾവ് ചെയ്യല്ല. എന്നിരുന്നാലും എന്താ പറയുക നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ട കാറ്റഗറീസ് തന്നെയാണിത്. സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടി എന്താണ് നിങ്ങൾക്ക് കൂടുതൽ പ്രഷർ വരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആക്കി മാറ്റുന്നത്. സോ ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ജോബുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക എക്സ്ട്രീം ഡിഫിക്കൽട്ട് ആവുന്നല്ല. നിങ്ങൾ പല വീഡിയോസിൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റുകളുടെ ഒരു പ്രയോറിറ്റി എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള സമയമായില്ലേ. നെക്സ്റ്റ് മന്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എന്തുണ്ടാവണം, നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും RRB JEE എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. മോസ്റ്റ്ലി നിങ്ങൾക്കൊരു 4 മാസത്തിൽ താഴെ മാത്രമേ ഇനി എക്സാമിന് ലഭിക്കാൻ പോകുന്നുള്ളൂ. സോ ഈ 4 മാസം ആരാണോ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്കായിരിക്കും വിജയം ഉണ്ടാവുക. നല്ല വിജയങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ അത് നേരത്തെ തുടങ്ങി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല വിജയം കരസ്ഥമാക്കുക. എൻട്രിയുടെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, RRB JEE കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക. അതേപോലെ വിജയം നേടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾ ഇവിടെ കാണിക്കണം. ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു മികച്ച ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.